ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് തീർന്നേങ്ങനാണ്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും ബ്രേക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ലൈനർ നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും. ഈ ലൈനർ ഒന്ന് മാറ്റേണ്ടി വരും. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ക്ലച്ച് ഗ്രീസിങ് അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാനാണ്. നിലവിൽ ബെൽറ്റൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഓക്കെയാണ്. CVT ക്ലച്ചിൻ്റെ മെയിനും പറഞ്ഞ പാർട്ടാണ് അത്. ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, അതിലൊരു പ്രോബ്ലമില്ല. അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊന്നും വേറെ പ്രോബ്ലം ഇല്ല, ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കുഷൻ അസംബ്ലിയുടെ ബുഷുകൾ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ ലിങ്കിൻ്റെ ബുഷുകളൊന്നും വേറെ പ്രോബ്ലം ഇല്ല, അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു SF സോണിക്കിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്, 12.68 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. പിന്നെ അത് നോക്കുമ്പോൾ ഇവിടെ ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിച്ചാണ്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ, സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ വാറണ്ടിയിലേക്ക് കയറ്റാനായിട്ട് നോക്കിക്കോണം കേട്ടോ. കാരണം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ പഴക്കം തോന്നണില്ല ബാറ്ററി. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ വാറണ്ടിയിലേക്ക് കയറ്റുക. കാരണം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാണിക്കുന്നത് ഡാമേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഓടിക്കോളും കുറച്ചാൾ കൂടി. ഇനി അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. അപ്പോൾ വാറണ്ടി പീരീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മിസ്സാവാതിരിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ ഫിൽറ്ററാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ലെവൽ കണ്ടില്ല, അപ്പോൾ കാരണം അഴിച്ച് നോക്കിയതാണ്. ഇവിടെ ആകെ കൂടി 400 മില്ലി ഓയിലുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കപ്പാസിറ്റി 800 മില്ലിയാണ്. അപ്പോൾ 400 മില്ലിയും കൂടി നമ്മൾ ഒന്നോലെ ഒഴിക്കേണ്ടി വരും. ഇനി അതല്ല, ഇതിനകത്തേക്ക് ഒഴിക്കണേലും നല്ലത് എനിക്ക് തോന്നുന്നു ഓയിൽ മാറ്റി ഫുള്ള് റീപ്ലേസ് ചെയ്യണതായിരിക്കും. കാരണം ഓയിൽ ഇപ്പോൾ ഇത്രയും കുറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത് അടുത്ത 3000 കിലോമീറ്ററിലാണ് നമുക്ക് ഓയിൽ മാറേണ്ടത്. അങ്ങനെ മാറേണ്ടി വന്നാൽ പോലും നമുക്കൊരു 100 മില്ലി കൂടുതലൊന്നും അങ്ങനെ വേരിയേഷൻസ് സാധാരണ രീതിയിൽ വരാറില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ലെവൽ കുറവ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കേസ് ഒന്ന് നോക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. കാരണം എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഫ്രിക്ഷൻ കൂടും, തേയ്മാനം കൂടും. അതേപോലെ എഞ്ചിന് ഹീറ്റിങ് കാര്യങ്ങൾ വരും, പാർട്സുകൾ ഡാമേജിലേക്ക് പോകും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഒന്ന് കയറ്റിയിട്ട് ലെവലൊന്ന് ചെക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടുത്ത കേസുള്ളൂ. കയറി കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ആണ് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സുകളായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ബ്രേക്ക് ഷൂം എഞ്ചിൻ ഓയിലൊക്കെയാണ് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.